പുറത്തുനിന്ന് നോക്കുമ്പോൾ ഷീസ് വെരി കമ്പോസ്ഡ്, എല്ലാം അണ്ടർ കൺട്രോളിലാണെന്നുള്ളൊരു ഫീൽ ഉണ്ട് സാറയ്ക്ക്. പക്ഷെ അങ്ങനെയല്ല, ഡീപ് ഡൗൺ ഷീസ് ഷാറ്റേർഡ്. എല്ലാവരെയും ജേർണി പോലെ തന്നെ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, കുറേ പീക്സ് ആൻഡ് പിക്സ് എനിക്കും കുറേ ഉണ്ടായിട്ടുണ്ട്. കുറേ ലേണിംഗ് എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു, കുറേ അൺലേണിംഗ് എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു. സോ ഫാർ കുറേ സന്തോഷങ്ങളുള്ള കാര്യങ്ങളുണ്ട്, സങ്കടങ്ങളുള്ള കാര്യങ്ങളുണ്ട്. അനോമിയുടെ വിശേഷങ്ങളുമായി എനിക്കൊപ്പം വിഷ്ണു, ഭാവന, സ്വാഗതം. അപ്പോൾ ആദ്യം എനിക്ക് ഈ അനോമിയുടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് വന്നത് ഒരു റീഇൻട്രൊഡ്യൂസിങ് വീഡിയോ ആയിരുന്നു. ഭയങ്കര അടിപൊളി വീഡിയോ, ഭയങ്കര ഫ്രഷ്നെസ്. അപ്പോൾ ഈ ഇൻട്രൊഡ്യൂസിങ് എന്ന് പറയുന്നതിന് ഭയങ്കര അർത്ഥങ്ങളുണ്ടല്ലോ, ഭയങ്കര പുതുമയാണ്, എന്തോ മാറ്റങ്ങളുണ്ട്. അപ്പം എത്രത്തോളം മാറ്റമായിട്ടാണ് സാറാ ഫിലിപ്പ് വരുന്നത്? സാറാ ഫിലിപ്പ് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സൊന്നും കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആൻഡ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ റീഇൻട്രൊഡ്യൂസിങ് എന്നുള്ള ടേം ഉപയോഗിച്ചിരിക്കുന്നത്. ആസ് എൻ ആക്ടർ എൻ്റെ ക്യാരക്ടേഴ്സ് ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പോകാത്ത ജേർണിയാണ് സാറയുടെ. സോ അവർ വർക്ക് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അവരിങ്ങനെ റിയാസ് പറഞ്ഞു, റിയാസിൻ്റെ ഡയറക്ടർ റിയാസ് പറഞ്ഞു, ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, എന്താണ് തൻ്റെ അഭിപ്രായം? ഞാൻ പറഞ്ഞു ഐ എം ഓൾ ഇൻ, നോ പ്രോബ്ലം. ബിക്കോസ് അങ്ങനെ ഒരു റീ ഇൻവെൻഷൻ ഈവൻ എനിക്കും ആസ് എൻ ആക്ടർ ഇതിൽ കൂടെ നടത്താൻ പറ്റി. ഞാൻ ചെയ്ത് വച്ചിരിക്കുന്ന അല്ലെങ്കിൽ കുറേ ചെയ്ത ക്യാരക്ടേഴ്സ് പോലത്തെ ഒരു ക്യാരക്ടർ അല്ല സാറാ ഫിലിപ്പ്. അതുകൊണ്ടാണ് ഈ ഒരു റീ ഇൻട്രൊഡക്ഷൻ എന്നുള്ളൊരു ടേം ഉപയോഗിച്ചിരിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഷീസ് വെരി കമ്പോസ്ഡ്, എല്ലാം അണ്ടർ കൺട്രോളിലാണെന്നുള്ളൊരു ഫീൽ ഉണ്ട് സാറയ്ക്ക്. പക്ഷെ അങ്ങനെയല്ല, ഡീപ് ഡൗൺ ഷീസ് ഷാറ്റേർഡ്. പ്രസാദാണ്. അതെ അതെ. ഞാൻ മുമ്പ് ഇതുപോലെ ഒരു ഇന്റർവ്യൂവിനെ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് റഫ് ആൻഡ് ടഫ് ഉള്ള റൈഫിൾ ക്ലബിന്റെ സമയത്തായിരുന്നു, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലെങ്ങനെയാണ് വരുന്നത്? ഇതില് ഫുള്ള് അതുപോലെ തന്നെ നിഗൂഢത അങ്ങനെയൊക്കെയുള്ള പ്രസാദ് ബേസിക്കലി കുറച്ചൊരു ഇല്ലീഗൽ സ്പേസിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറച്ചൊരു എന്താ പറയുന്നത്, കുറച്ച് ലോസ്റ്റ് ആയിട്ടുള്ളൊരു ചങ്ങായിയാണ്. ഒരേ ലൂപ്പിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്ന, ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന അങ്ങനത്തെ ഒരു ആളെയാണ് പ്ലേ ചെയ്തേക്കുന്നത്. ഞാൻ ഇതിൽ വളരെ ചെറിയൊരു വേഷമാണ് സാദിൻ്റെത്. എനിക്ക് കൂടുതൽ റഹ്മാൻ സാറുമായിട്ടായിരുന്നു വർക്ക്. അപ്പോൾ എന്തായാലും കണ്ടിട്ട് പറയേ എന്താണെന്നല്ലേ. അതെ, നീ കൂടുതലാണോ? ഓക്കെ. റീ ഇൻട്രൊഡക്ഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ പുതിയൊരു ചുവടുപ്പും കൂടിയായിട്ടാണ് പ്രൊഡക്ഷനിലും. ഞാൻ ആ പേര് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഇനി ഭാവന പ്രൊഡക്ഷൻസ് വേറെ ഉണ്ടോ എന്നൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിലൂടെ തന്നെ ആ ഒരു പുതിയൊരു ചുവടുവെപ്പ് നടത്താനുള്ള തീരുമാനമായത്? ഇറ്റ് വാസ് നോട്ട് എ പ്ലാൻ ഡെസിഷൻ. നമ്മൾ മൂവി ചെയ്ത് തുടങ്ങിയ മേ ബി ഒരു ഫസ്റ്റ് സ്കെഡ്യൂളൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രൊഡക്ഷൻ ടീം എൻ്റെ ഡയറക്ടറൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ ഒരു ഐഡിയ ആണിത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ച് നോക്കി. ആൻഡ് അതിൽ നമ്മൾ മൂവി വരുന്നതിൻ്റെ ഔട്ടിൽ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. സോ മേ ബി ആ ഒരു ഇൻവോൾവ്മെൻറ്റും കൂടി വന്നാൽ നല്ലതായിരിക്കും എന്ന് തോന്നി. അങ്ങനെയാണ് അതിനൊരു യെസ് പറഞ്ഞത്. അതുകൊണ്ട് അത് എനിക്ക് തോന്നുന്നു എനിക്കും ഒരു പുതിയ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. എനിക്കും ഒരു നല്ല കുറച്ചുകൂടി നമുക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എവറി വേസ് പോസിബിൾ. അപ്പോൾ അത് അങ്ങനെ വന്നൊരു ഡിസിഷനാണ്. അങ്ങനെ ഉടനെ തന്നെ നമ്മൾ കേട്ട ഉടനെ അങ്ങനെ ചെയ്തതല്ല. ഇവരിങ്ങനെ ഒരു കാര്യം ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ഓക്കെ വൈ നോട്ട് എന്നുള്ളൊരു കാര്യം അങ്ങനെ എത്തിയ ഒരു ഡിസിഷനാണ്. ഈ ആക്ട്രസ് ആണ്, അതേസമയം പ്രൊഡ്യൂസറാണ്, ആ ഒരു പ്രഷർ അതിനെങ്ങനെയായിരുന്നു? ഇല്ല, എനിക്ക് അങ്ങനെ പ്രഷർ ഒന്നും ഇതുവരെ നോക്കേണ്ടി വന്നിട്ടില്ല. കാരണം എല്ലാം ടേക്ക് കെയർ ചെയ്യുന്നത് മുഴുവൻ അവരാണ്. ഞാൻ അതിൽ ഇൻവോൾവ് ആണ് എന്നുള്ളതല്ലാതെ ബാക്കി കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത് അവരായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല. ഇപ്പം 23 വർഷമായി 90th മൂവിയാണ് വരുന്നത്. അപ്പം ഹൗസ് സ്പെഷ്യൽ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാ ഫിലിംസും സ്പെഷ്യൽ തന്നെ ആയിരിക്കാം. എങ്കിലും ഈ ഒരു ജേർണി ഉണ്ടല്ലോ, ഈ ജേർണീനെ ഇപ്പം എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുക? ഇപ്പം 23 years ആയി 90th സിനിമ ചെയ്യുന്നു, എങ്ങനെ പറയുന്നുണ്ടാവുക? ജേർണി ഓഫ് കോഴ്സ് എല്ലാവരെയും ജേർണി പോലെ തന്നെ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, കുറേ പീക്സ് ആൻഡ് പിക്സ് എനിക്കും കുറേ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവൻ എനിക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇവൻ എനിക്കും ഭയങ്കര അത്ഭുതമാണ്. 90 ഫിലിംസ് ചെയ്തോ, അല്ലെങ്കിൽ ഇത്ര 20 years ആയോ എന്നുള്ളതൊരു ഭയങ്കര എന്നുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു എനിക്കും. കാരണം ഇവരാണ് ചോദിച്ചത് എൻ്റെ അടുത്ത്, നമ്പേഴ്സ് ഒന്ന് പറയാമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി വന്നപ്പോൾ ഞാനും കുറച്ചൊന്ന് ഇത് എന്നായിപ്പോയി, ഇൻക്ലൂഡിങ് ഓൾ ദ ക്യാമിയോസ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ അതൊരു കുറേ ലേണിംഗ് എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു, കുറേ അൺലേണിംഗ് എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു. സോ ഫാർ കുറേ സന്തോഷങ്ങളുള്ള കാര്യങ്ങളുണ്ട്, സങ്കടങ്ങളുള്ള കാര്യങ്ങളുണ്ട്, എല്ലാം കൊണ്ടും. അത് ഒരു ജേർണി എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, ലോട്ട് ഓഫ് എക്സ്പീരിയൻസസ് മിക്സ് ടുഗദർ. ഐ എം ഗ്രേറ്റ്ഫുൾ. ഓക്കെ.
എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ ഒരു നാടകം, സിനിമയ്ക്കൊപ്പം ഒരു യാത്ര എങ്ങനെ? കുറേ കാലമായി പ്ലേ ഒക്കെ ഐ മീൻ ഡ്രാമ പ്ലേ ചെയ്തിട്ട് ഇപ്പോൾ സിനിമകളിൽ ഇങ്ങനെ ചെറുതായിട്ട് മൂവ് ചെയ്ത് പോകുന്നു. 1-2 സിനിമകൾ കൂടെ ഒക്കെ വരാനുണ്ട്. കുഴപ്പമില്ല, ചലിക്കുന്നു. എങ്കിലും ആ പേര് ഇവിടെ എന്താ പറയാ ഒന്നും എന്താ പറയാ മുദ്ര കുത്താൻ അല്ലെങ്കിൽ സാധിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. അതെ. അല്ല, ഞാൻ പറഞ്ഞ 90th ഫിലിം എന്ന് പറയുന്നത് ഒരു വലിയ ജേണിയാണ്. അതുപോലത്തെ ഇഷ്ടംപോലെ ആക്ടേഴ്സ് ഇവിടെ ഉണ്ട്. നമുക്ക് കിട്ടുന്നത് പ്ലേ ചെയ്ത് പോവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. അതിൽ മുകളിലേക്ക് ഒരു വലിയ സ്ട്രാറ്റജിക്കൽ സ്പേസ് ഒന്നും ഞാൻ കാണുന്നില്ല. ഫിലിം മേക്കേഴ്സ് വരുന്നു, അവർ ഇയാളെ ഇങ്ങനെ ഒന്ന് പ്രസന്റ് ചെയ്താൽ കൊള്ളാം, അല്ല ഇയാളെ കൊണ്ട് ഇത് ചെയ്യിച്ചാലോ എന്ന് കുറേ കാലം കൂടെ ഒക്കെ തോന്നിയാൽ കുറേ വേഷം കൂടെ കിട്ടും. ഓക്കെ, ഈ 90s ഫിലിംസിൻ്റെ കേസ് പറഞ്ഞപ്പോഴാട്ടോ, ശരിക്കും പറഞ്ഞാൽ 23 years 90 ഫിലിംസ് ആസ് ഹീറോയിൻ ആണ്. അത് ഭയങ്കര സംഭവം തന്നെ. എനിക്ക് തോന്നുന്നു ഹീറോസിന് ആ ഒരു ഇത് നിലനിർത്താൻ അത് വലിയ വാവ് എന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതും പറയുന്നത് ശരിയല്ല, നമ്മൾ ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് അങ്ങനത്തെ പൊളിച്ചെഴുതേണ്ടതാണ്. കാരണം 23 years ആസ് ഹീറോയിൻ എന്ന് പറയുന്നതും നോർമലൈസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ബട്ട് സ്റ്റിൽ അവിടെയാണ് നിൽക്കുന്നത്. അതിനൊരു ബിഗ് കൺഗ്രാറ്റ്സ്. അതല്ല ആദ്യം പറയണ്ടേ? ശരി, ഈ ഒരു ഫിലിമിന്റെ ഭാഗമായിട്ടുള്ള വലിയ വലിയ പേരുകൾ കുറേ ഉണ്ട്, ടി സീരീസ് അതുപോലെ തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഒക്കെ ആയിട്ട്. അപ്പം എങ്ങനെയായിരുന്നു ഇത്രയും ബിഗ് ഒരു ക്രൂ ഇതിന്റെ ഭാഗമായത്? അതുപോലെ തന്നെ എങ്ങനെയായിരുന്നു അതോടൊപ്പം ഒരു സംഭവം? അനോമിക്ക് എങ്ങനെയാണ് അത് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? ഇവരെല്ലാവരും ഇന്നാവാനുള്ള ഒറ്റൊരു ഫാക്ടർ ഇസ് മൂവി. ദ ക്വാളിറ്റി ഓഫ് മൂവി അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവരെല്ലാവരും ഇതിനൊരു ഭാഗമായത്. സോ അത് തന്നെ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്, കോൺഫിഡൻസ് ഉള്ള കാര്യമാണ്. കാരണം ഇവരെല്ലാവരും ഒരുപാട് മൂവീസായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു മൂവി അവർ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ ഉള്ള ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ, ദാറ്റ് ഈസ് എ റിയലി ഗുഡ് സൈൻ ഫോർ അസ്. അപ്പോൾ കാരണം ഇസ് 100% മൂവി നന്നായി വന്നിട്ടുണ്ട്, മൂവി ഈസ് കമ്മിങ് ഔട്ട് റിയലി വെൽ എന്നുള്ള ഒരു കോമൺ ഫാക്ടർ അതാണ്. BGM ആൻഡ് മ്യൂസിക് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഹർഷവർദ്ധനാണ് മ്യൂസിക് ഡയറക്ടർ. ആനിമൽ അർജുൻ റെഡ്ഡിയുടെ ഒക്കെ മ്യൂസിക് ഡയറക്ടറാണ്. സോ ടെക്നിക്കൽ വൈസ് നമ്മൾ അത്രയും നല്ല ടെക്നീഷ്യൻസിനെയാണ് ഇതിന് റോപ്പിൻ ചെയ്തിരിക്കുന്നത്. ഈവൻ ഹർഷവർദ്ധൻ തന്നെ നമ്മളൊരു ഇന്നാവോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. നമ്മൾ ട്രൈ ചെയ്തപ്പോൾ ആനിമൽ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഈക്വലി ഇംപ്രസ്ഡ് ആയ ഒരു ആൽബമായിരുന്നു ആനിമൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ എന്ന് നമ്മൾ ചെയ്ത് നോക്കി. ആൾ ഭയങ്കര ബിസി ആയിരുന്നു, കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വർക്ക് നമ്മൾ കണ്ടത്, അത് കട്ട് ചെയ്ത് കണ്ട ആൾക്ക് ഇഷ്ടപ്പെട്ട ആൾ ഇംപ്രസ് ആയതുകൊണ്ടാണ് ഹി സെഡ് യെസ്, ഹി അഗ്രീഡ്. അതും നമുക്കൊരു ഭയങ്കര വിന്നായിരുന്നു. ലൈക്ക് ഈച്ച് ആൻഡ് എവറി വൺ. ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ സുജിത് സാരംഗ് സിനിമാറ്റോഗ്രാഫി, ഡിയർ കോംറേഡും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ബ്രില്യൻ സിനിമാറ്റോഗ്രാഫർ. പിന്നെ ഫസൽ സൗണ്ട് ഡിസൈനർ എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ചെയ്ത സൗണ്ട്. അപ്പോൾ ഇതിൽ അനോമിയുടെ വേറൊരു ഫാക്ടർ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു പുതിയ ഒരു സൗണ്ട് ഡിസൈനർ സോഫ്റ്റ്വെയർ നമ്മൾ ഈ പടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് സൗണ്ട് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഓപ്പൺ ഹീമർ അല്ലെങ്കിൽ വെപ്പൻസ്, ഡ്യൂൺ ഒക്കെ പോലത്തെ മൂവീസിൽ യൂസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഐ തിങ്ക് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് സൗണ്ട് പാർട്ടിക്കിൾസ്. അത് സൗണ്ട് പാർട്ടിക്കിൾസിൻ്റെ ഒഫീഷ്യൽ ടീം കൺഫേം ചെയ്തിട്ടുണ്ട്. അവരുടെ പേജിൽ നമ്മുടെ മൂവി ഉണ്ട്. സോ അതൊക്കെ അത് ഒരു ഓഡിയൻസിന് അത് എത്രത്തോളം എക്സൈറ്റഡ് ആയിരിക്കും എന്നെനിക്കറിയില്ല. പക്ഷെ നമുക്ക് ടു അസോസിയേറ്റ് ഇൻ ദിസ് പ്രോജക്റ്റ് വിത്ത് ഓൾ ദിസ് ബ്രില്യൻറ്റ് എലിമെന്റ്സ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. റഹ്മാൻ സാറും ബിനുചേട്ടനുമാണ് മറ്റൊരു പ്രധാന കഥാപാത്രങ്ങളെ. ഒരുപാട് പേര് പറയുന്നുണ്ട് റഹ്മാൻ സാറിന്റെ ഒരു കംബാക്കും കൂടിയായിട്ടായിരിക്കും ഫിലിം എന്നും പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കും അതിനെ കാണുന്നുണ്ടാവുക? റഹ്മാൻ സാറ് ഞാൻ കൂടുതലും റഹ്മാൻ സാറുമായിട്ടാണ് അതിൽ വർക്ക് ചെയ്തത്. ഡെഫിനറ്റ്ലി ഈസ് വൺ ഓഫ് ദ ലെജൻഡ്. ആൻഡ് എത്ര വർഷങ്ങളായിട്ട് ഞാൻ ഏറ്റവും കൂടുതലൊക്കെ എല്ലാ മനുഷ്യരും ചോദിക്കുന്ന പോലെ ഉള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. എങ്ങനെയാണ് ഇങ്ങനെ യങ്ങായിട്ട് എന്തെങ്കിലും ചെറിയ ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക എന്നൊക്കെയുള്ള. അപ്പം പുള്ളി ഡിസിപ്ലിൻ ഓറിയൻറ്റഡാ കൂടുതൽ സംസാരിച്ചത്. അതായത് ഭക്ഷണം, ബാക്കിയുള്ള കാര്യങ്ങൾ, ഐ മീൻ പല കാര്യങ്ങൾക്ക് നോ പറയാനായിട്ട് പറ്റണം, അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ. അപ്പോൾ കൂടുതൽ ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി. എനിക്ക് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിനോടൊക്കെ അത് സ്പെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പം റഹ്മാൻ സാറിനോട് വിഷ്ണു ചോദിച്ച അതേ ചോദ്യം എനിക്ക് ഭാവനോട് ചോദിക്കാനാണ് ആഗ്രഹം. എങ്ങനെയാ ഇപ്പോഴും ഇത്ര ഇങ്ങനെ ഗ്ലോ ചെയ്തിരിക്കാൻ പറ്റുന്നത്? പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ, സത്യമായിട്ടൊന്നുമില്ല. അത്
ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഒരു സമയം വരെ വർക്കൗട്ട് ചെയ്തിരുന്നു, പിന്നെ അതും ബ്രേക്കായി. ഇപ്പം ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 5 to 6 months ആയിട്ടുണ്ടാവും. എല്ലാവരെയും പോലെ 2026 ജാനുവരി തൊട്ട് തുടങ്ങണം എന്നൊക്കെ, പക്ഷെ അതും നടന്നില്ല. ഇനി മെല്ലെ തുടങ്ങണം വർക്കൗട്ടൊക്കെ. അനോമി എന്നുള്ള ടേമിന് ഒരുപാട് മീനിങ്സ് ഉണ്ടല്ലോ. ആ ഒരു മീനിങ്ങിനെ എങ്ങനെയാണ് ഭാവന എടുത്തിട്ടുണ്ടായിരുന്നത്? എങ്ങനെയാണ് സിനിമയുടെ പേര് കേട്ട സമയത്ത് അതിനെങ്ങനെയാണ് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്? എൻ്റെ അടുത്ത് ഫസ്റ്റ് ഈ പേര് പറഞ്ഞ സമയത്ത് ഞാൻ ഇത് ആയിരുന്നു. അപ്പോൾ ഇവര് അപ്പോൾ ഒരു അനോമി, ഞാൻ അതെന്ത്, എനിക്ക് ഫസ്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഇൻഡിഫറൻസസ് ഉണ്ടായിരുന്നു. ഞാൻ ഇതെന്ത് പേരാണ് അനോമി, അനോമി എന്താ? എന്നിട്ട് ഞാൻ റിയാസും കൂടി അതിൻ്റെ പേരിൽ കുറേ കോൺവെർസേഷൻ. ഞാനിത് ഏതോ ഒരു പെൺകുട്ടിയുടെ പേര് പോലെ ഉണ്ട് അനോമി എന്നൊക്കെ, മറ്റേ സലൂമി എന്നൊക്കെ പറയണ പോലെ. ഞാൻ അത് താൻ വേറെ പേര് ആലോചിച്ച് നോക്ക് എന്നൊക്കെ. അപ്പോൾ തൽക്കാലം വർക്കിംഗ് ടൈറ്റിലായിട്ട് അനോമി വെക്കാം, എന്നിട്ട് നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ട് കുറേ ആലോചനകളൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ നടന്നു. പക്ഷെ പിന്നെയും തിരിച്ച് മറ്റേ ഒരു പേര് കിട്ടിയിട്ടുണ്ട്, എന്താ അനോമി എന്നുള്ളൊരു സംഭവത്തിലേക്ക് എത്തും പിന്നെയും. അത് പിന്നെ ഓഫ്കോഴ്സ് മീനിങ് വൈസ് നോംസ് ഇല്ലാതിരിക്കുക എന്നുള്ളൊരു സാധനമാണ് അനോമി. പക്ഷെ പിന്നെ കേട്ട് ഒരു അനോമിക്ക് നമ്മളൊക്കെ സെറ്റായി. ഇപ്പോ അനോമി എന്നല്ലാതെ എനിക്ക് വേറൊരു ടൈറ്റിൽ എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ സെറ്റായി. തുടക്കത്തിൽ എനിക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, അതിന് മാറ്റാം, നമുക്ക് നോക്കാം, കുറച്ചുകൂടി ഒരു ക്യാച്ചി ടൈറ്റിൽ അത് ഇത്. പക്ഷെ അവരും ട്രൈ ചെയ്തു, പക്ഷെ ആർക്കും വേറൊരു ടൈറ്റിലേക്ക് എത്താൻ പറ്റിയില്ല. ഈ ഭാവനയുടെ പണ്ടത്തെ കുറേ ഹോബീസ് ഉണ്ടായിരുന്നല്ലോ, കവിത എഴുത്തും മറ്റുമൊക്കെ. എനിക്ക് ഞാൻ കുറേ കാണുമ്പോൾ ചോദിക്കുന്നത് വിചാരിച്ചാൽ അതിപ്പോഴും ഉണ്ടോ? അതൊരു ഹോബിയേ ആയിരുന്നില്ല, ഒരു വൺ ടൈം കാര്യമാണ് അത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു വൺ ടൈം, അത് ഹോബിയേ അല്ല. അതിനുശേഷം പിന്നെ ഒന്നുമില്ല, അതിനുശേഷം പിന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആ ഹോബിയേ ഇല്ല, അതങ്ങനെ അങ്ങനത്തെ സംഭവമില്ല. മുളയിലെ നുള്ളിക്കളഞ്ഞു.